തലച്ചോറിനും കഴുത്തിന്റെ ഭാഗത്തെ എല്ലുകൾക്കും ശ്വാസകോശത്തിനും ഒക്കെയാണ് എംഎൽഎക്ക് പരിക്ക് പറ്റിയത്. ഈ സംഭവത്തിൽ നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെയും സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് ഫയർഫോഴ്സിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുമുണ്ട്. ആംബുലൻസുകൾ ഉണ്ടായിട്ടും രക്ഷാപ്രവർത്തകരോ ഡോക്ടർമാരോ ഉണ്ടായിരുന്നില്ല. ഫയർഫോഴ്സ് ഡിജിപിക്കും സർക്കാരിനും ഇന്ന് ഈ റിപ്പോർട്ട് കൈമാറും. ഉമാ തോമസിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ 11 മണിക്ക് മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. അങ്ങനെ പറയാറായിട്ടില്ല. പക്ഷേ അതീവ ഗുരുതരം എന്ന് പറയേണ്ട കാര്യമില്ല. ബട്ട് ഷീ സ്റ്റേബിൾ. ഇപ്പോഴത്തെ നിലയ്ക്ക് ഹിമോഡൈൻ, BP, എവറിത്തിങ് ഈസ് ഹോൾഡിങ്. ഷീ സ്റ്റേബിൾ ആണ്. ഇപ്പോൾ ബ്രെയിനിലൊരു ഇഞ്ചുറി ഉണ്ടാവും, ലങ്സിലൊരു ഇഞ്ചുറി ഉണ്ടാവുമ്പോൾ നമുക്ക് അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. നട്ടലിൽ ചെറിയ പരിക്കുകളേ ഉള്ളൂ. സെർവൈക്കൽ സ്പൈനിൽ ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ ലങ്സിനകത്ത് ആണ് നമുക്ക് ചെറിയ റിഫ്രാക്ചർ ഉള്ളത്. അപ്പോൾ ആ റിഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഹീമോതൊറാക്സ് എന്ന് പറയും, രക്തം കുറച്ച് ലങ്സിലുണ്ട്. അതർവൈസ് പേഷ്യൻറ്റ് സ്റ്റേബിളാണ്. നല്ലൊരു ലാസറേറ്റ്, നല്ലൊരു വൂണ്ട് തലയോട്ടിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. സ്യൂച്ചർ ചെയ്തു. പേഷ്യൻറ്റ് സ്റ്റേബിളായിട്ട് ഇപ്പോൾ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 24 hours വാച്ച് ചെയ്യുക. പേഷ്യൻറ്റ് ഈസ് ഓൺ വെന്റിലേറ്റർ സപ്പോർട്ടിലാണ്. അപ്പോൾ 24 hours വാച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആസ് ആൻഡ് വെൻ ഷീ ഇംപ്രൂവ്സ് സ്ലോലി വിൽ വീൻ ഓഫ്. പതുക്കെ നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതായിരിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗവൺമെൻറ് ഒരു ടീമിനെ വിട്ടിട്ടുണ്ട് ഫോർ അണ്ടർ ഡോക്ടർ ജയകുമാർ. സപ്പോസ് ടു ബി, അങ്ങനെ ഞാൻ അറിഞ്ഞത്, കളക്ടറും പറഞ്ഞത്, മിനിസ്റ്ററും. അപ്പോൾ അവർ 10:30, 11 ഒക്കെ ആകുമ്പോഴേക്കും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവരുടെ എക്സ്പേർട്ട് കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽ അബ്സോർബ്. അവരെന്ത് പറയുന്നത് നമ്മളത് ഫോളോ. കൂടുതൽ വിവരങ്ങളുമായി റിനെ മെഡിസിറ്റി മന്ത്രി കെ രാജന്റെ പ്രതികരണങ്ങൾ. ഉയർന്ന 15 മീറ്ററിനേക്കാൾ ഉയർന്ന സ്ഥലത്ത് നിന്ന് വീണതാണെന്നുള്ളത് കൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ പോയിന്റിലും ഇപ്പോൾ വേദന അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒടിവുകളോ ചതവുകളോ ചെറിയ കേന്ദ്രങ്ങളിലെ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി സ്കാനിങ്ങും എക്സ്റേ സംവിധാനങ്ങളും നിലവിലുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ അവർ പരിശോധിച്ചു. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇപ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ എക്സാമിനേഷൻ ഒന്നുകൂടി നടന്നു വരികയാണ്. എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ ഡയറക്ടർ കൃഷ്ണൻ ഉണ്ണിയുടെയും ഒപ്പം തന്നെ മന്ത്രി കെ രാജന്റെയും പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി കൂടുതൽ വിശദാംശങ്ങളുമായി റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ നിന്ന് സഹിൻ ആന്റണിയും കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഹാൻസ് ജോണുമുണ്ട്. ആദ്യം ഹാൻസിലേക്കാണ്. ഹാൻസ്, പ്രഥമ ദൃഷ്ട്യാ തന്നെ എത്രത്തോളം ലാഘവത്തോടെയാണ് ആ പരിപാടി നടത്തിയത്? ആ സംഘാടകർ അവിടെ ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ മന്ത്രിയും MLAയും അടക്കം ഇരിക്കുന്ന ആ പവലിയൻ ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണം, വെറുതെ ഒരു റിബൺ മാത്രം കെട്ടി വേർതിരിച്ചിരിക്കുകയാണ്. അപകടം ഏതു സമയവും ഉണ്ടാകാൻ തക്കവണ്ണം അതിനെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഹാൻസ് ഇപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം പറയാം. സേതുലക്ഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത്ര വലിയൊരു പരിപാടി നടത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ വരുമ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ആദ്യം കാണുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇത് മാധ്യമപ്രവർത്തകർക്ക് പരിപാടി കവർ ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയും. എനിക്ക് ഏകദേശം 6 അടി ഉയരമുണ്ട്. എൻ്റെ ഉയരത്തിനേക്കാൾ മുകളിലാണ് ഈ പ്ലാറ്റ്ഫോം തന്നെ അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മാധ്യമപ്രവർത്തകരടക്കമുള്ള സംഘം ഉമാ തോമസ് വീണതിന് ശേഷം രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന് തൊട്ട് മുൻപായി VIP ഗാലറിക്കും ഈ മാധ്യമപ്രവർത്തകർക്ക് അനുവദിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള മധ്യഭാഗത്താണ് ഉമാ തോമസ് വീഴുന്നത്. ഈ ഒരു ഭാഗത്തിലേക്കാണ് മുകളിൽ നിന്നും ഉമാ തോമസ് വീഴുന്നത്. കാരണം ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും. കാരണം വളരെയധികം കട്ടിയുള്ളൊരു കോൺക്രീറ്റ് പ്രതലമാണിത്. ഇവിടേക്കാണ് MLA വീഴുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ഭാഗമാണ് വിഐപികൾക്ക് സ്റ്റേഡിയത്തിന്റെ പുറത്തു നിന്ന് വിഐപികൾക്ക് അകത്തേക്ക് വരാൻ കഴിയുന്ന ഭാഗം. ഇവിടെ നിന്നാണ് ഉമാ തോമസ് അടക്കമുള്ള സംഘം മുകളിലേക്ക് കയറുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിൽ കാണുന്നതാണ് ഇന്നലെ അപകടം സംഭവിച്ച അല്ലെങ്കിൽ വിഐപികൾക്കും മറ്റ് വിശിഷ്ടാതിഥികൾക്കും തയ്യാറാക്കിയിരുന്ന പ്രധാന പ്ലാറ്റ്ഫോം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 15 അടി ഉയരമുള്ള ഈ സ്റ്റേജിൽ നിന്നാണ് ഇന്നലെ ഉമാ തോമസ് MLA മുകളിൽ താഴേക്ക് വീഴുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും ഇത്രയ്ക്കും നീളത്തിലും വീതിക്കും ഏകദേശം 50 അടി മുകളിൽ നീളം എന്തായാലും ഈ സ്റ്റേജിനുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കുറഞ്ഞത് 1.5 അടിയെങ്കിലും
ഉയരത്തിൽ അഥവാ നമ്മളുടെ ഒരു അരപ്പൊക്കം അര വരെ വരുന്ന പൊക്കത്തിൽ ഒരു ബാരിക്കേഡ് സ്ഥാപിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇന്നലെ ഉണ്ടായില്ല. അത് സംഘാടകരുടെ ഭാഗത്തു നിന്നും സ്റ്റേജ് നിർമ്മിച്ചവരുടെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ടും ഇത് ശ്രദ്ധിക്കാതിരുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രധാന സുരക്ഷാ വീഴ്ച തന്നെയാണ്. അല്ലാത്ത പക്ഷം ഇങ്ങനൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇന്നലെ നമുക്ക് അറിയാം, ഇന്നലെ ഈ ഒരു ക്യൂ മാനേജർ ഉപയോഗിച്ചായിരുന്നു ഇവിടെ സ്റ്റേജിൽ ഒരു വേർതിരിവ് സൃഷ്ടിച്ചിരുന്നത്. ഇതൊരിക്കലും ഒരു സുരക്ഷ നൽകാൻ കഴിയുന്ന ഒരു സംഭവമല്ല. കാരണം ഇതിനൊരു റിബണിന്റെ കട്ടി മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് തള്ളുകയോ അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ തന്നെ ഇത് താഴേക്ക് വീഴുന്ന തരത്തിലുള്ളൊരു സംവിധാനം മാത്രമാണ്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ചെറിയ സ്റ്റേജിൻ്റെ അകത്തോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ക്രൗഡിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ്. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് മുകളിൽ ഇപ്പോൾ വിശിഷ്ടാതിഥികൾക്കെല്ലാം തയ്യാറാക്കിയിരുന്ന സ്റ്റേജിലേക്ക് പോകാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസ് ഇത് ഒരു കയർ ഉപയോഗിച്ച് അകത്തേക്കുള്ള പ്രവേശനം റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ പ്ലാറ്റ്ഫോം ഇപ്പം നമുക്ക് കാണാം, യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ 2 തട്ടായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ ഒരു തട്ട് കാണാം, രണ്ടാമതൊരു തട്ട് കാണാം. ഈ ഒരു മേഖലയിലാണ് ഇവിടെ നേരത്തെ ഇന്നലെ വൈകിട്ട് പരിപാടി നടക്കുമ്പോൾ 2 നിരയിലായിരുന്നു കസേരകൾ ഇട്ടിരുന്നത്. ഇതിൽ പിന്നീട് ഉമാ തോമസ് MLA വന്നിരിക്കുകയും 3ാമത്തെ കസേരയിൽ വന്നിരിക്കുകയും തങ്ങൾക്ക് പരിചയമുള്ളവരെ കണ്ടതിന് ശേഷം അവരെ അഭിവാദ്യം ചെയ്യാനായി പോകുമ്പോഴായിരുന്നു ഈ ഒരു ഗ്യാപ്പിലൂടെ ഇവിടെ ക്യൂ മാനേജർ ഉണ്ടായിരുന്നതും ക്യൂ മാനേജർ തട്ടി ഉമാ തോമസ് MLA താഴേക്ക് വീഴുന്നതും. ഏകദേശം 12 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീഴുന്നതും. ആ സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകരും മറ്റ് സുരക്ഷാ പ്രവർത്തകരെല്ലാം ഓടിയെത്തുകയും MLA ഈ വഴിയിലൂടെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടെ വെച്ചാണ് തല ഇടിച്ച് തലയ്ക്കും നട്ടലിനും വാരിയലിനും അടക്കം ഗുരുതരമായ പരിക്ക് ഇപ്പോൾ MLAക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്നലെ രാത്രി തന്നെ സിറ്റി പോലീസ്